إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആൽ ഇംറാൻ 42-43 രണ്ട് വചനങ്ങൾ. വഇദ് ഖാലത്തിൽ മലായികത്തു മലക്കുകൾ പറഞ്ഞ സന്ദർഭം, യാ മറിയം, ഹേ മറിയമേ, ഇന്നല്ലാഹ അസ്തഫാകി, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു തആല നിന്നെ വിശുദ്ധയായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. വതഹറകി, നിന്നെ പരിശുദ്ധപ്പെടുത്തി, നിന്നെ ശുദ്ധീകരിച്ചിരിക്കുകയാണ്. വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ, ലോകസ്ത്രീകൾക്ക് മേൽ, ലോകസ്ത്രീകളുടെ ഇടയിൽ നിന്നെ വിശുദ്ധയായി അല്ലാഹു സുബ്ഹാനഹു തആല തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ അവർക്ക് പ്രത്യേകമായി തരത്തിലുള്ള ഒരു സന്ദേശം കൈമാറുകയാണ്. ലോകസ്ത്രീകൾക്ക് മുന്നിൽ യാ മറിയമേ, നിന്നെ ഇതാ ഒരു ശ്രേഷ്ഠയായി അല്ലാഹു സുബ്ഹാനഹു തആല തെരഞ്ഞെടുത്തിരിക്കുന്നു. അതുമാത്രമല്ല, നിന്നെ ശുദ്ധീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്ത മറിയം അലൈഹിസ്സലാമിന് നൽകിയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം നോക്കൂ നിങ്ങൾ. മുൻകാല ജനങ്ങളിൽ, മുൻകാലത്തെ സ്ത്രീകളിൽ ഏറ്റവും വിശുദ്ധയായ സ്ത്രീ മറിയം അലൈഹിസ്സലാമാണ്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും പരിശുദ്ധയായ സ്ത്രീ എന്റെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയാകുന്നു എന്നുള്ള ചില വചനങ്ങളും നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്നു തരുന്നു. ഇതിന്റെ കൂടെ വായിക്കാം. വേറൊരു വചനത്തിൽ കൂടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിർഔനിന്റെ ഭാര്യ ആസിയ ബീവിയെ കുറിച്ചുള്ള പരാമർശമുണ്ട്. അവരും വിശുദ്ധയാണ് എന്നുള്ള തരത്തിൽ. അത് മാത്രമല്ല, സ്വന്തം മകൾ ഫാത്തിമയും അതുപോലെ മറ്റൊരു ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയും ഇതുപോലെ 5 പേർ വിശുദ്ധകളായ സ്വർഗീയ സ്ത്രീകളാണെന്ന തരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരാമർശമുണ്ട്. അതൊക്കെ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ്. ശേഷം അല്ലാഹു പറയുന്നു, യാ മറിയം, ഹേ മറിയമേ, നിന്റെ റബ്ബിനിക്ക് നീ ഭക്തി കാണിക്കണം എന്ന് പറഞ്ഞാൽ ആരാധനാ കർമ്മങ്ങൾ അങ്ങേറ്റത്തെ ഭക്തിയോടുകൂടി നിർവഹിക്കണം. വസ്തുതി, നീ സുജൂദ് ചെയ്യണം. വർക്കഈ, നീ റുകൂ ചെയ്യണം. റുകൂ ചെയ്യുന്നവരോട് കൂടി എന്ന് പറഞ്ഞാൽ മറിയം അലൈഹിസ്സലാം ഇപ്പോൾ താമസിക്കുന്നത് ബൈത്തുൽ മുഖദ്ദസിലാണ്. അവിടെ വെച്ചുകൊണ്ട് റുകൂ ചെയ്യുന്ന സ്ത്രീകളുടെ കൂട്ടത്തിൽ നീയും റുകൂ ചെയ്യണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിക്കുന്നത്. ഇത്രയുമാണ് ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.